ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എങ്ങനെ ഹെൽത്തി പിസ്സ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. അത് നമ്മൾ സ്വന്തമായി പൊടിപ്പിച്ചെടുത്ത ഗോതമ്പ് കൊണ്ട് പൊടിപ്പിച്ചെടുത്ത ഗോതമ്പാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ചീസ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ തന്നെ പാല് പിരിച്ചു ഉണ്ടാക്കിയിരിക്കുന്ന ചീസാണ്. അങ്ങനെ എല്ലാം നമുക്ക് ബോഡിക്ക് ചേരുന്ന, നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാൽ ഇതിൻ്റെ ഇരട്ടി ചിലവാകും. നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് കാണിച്ചു തരുന്നത്. 1 by 1 ആയിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം. പിസ്സ ഉണ്ടാക്കാനായിട്ട്, ഹെൽത്തി പിസ്സ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ചിക്കൻ്റെ പീസ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുക. അതിനുശേഷം ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർന്നൊരു പേസ്റ്റാണത്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി, അത് നമുക്ക് ആവശ്യത്തിന് ചേർക്കേണ്ട രീതി എന്ന് പറയുന്നത്, നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുറച്ച് ചേർക്കുക. ഇനിയും ഇത് എല്ലാം കൂടെ പൊടിച്ചാണ്, എന്ന് വെച്ചാൽ പെരുംജീരകം, ഗ്രാമ്പു, കറുവ, ഏലക്ക ഇതെല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ആവശ്യത്തിന് മസാല കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക. അതിനുശേഷം ഉപ്പ് ചേർക്കുക. ഇപ്പം ചേർത്തതിന് ശേഷം അല്പം വിനാഗിരി ഒഴിച്ച് ഇത് നല്ലവണ്ണം പിടിച്ച് വരാൻ വേണ്ടി, പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഒരു 2 മണിക്കൂർ ഇത് പുരട്ടി വെക്കണം. അപ്പോൾ നല്ലവണ്ണം പിടിച്ചിരിക്കും. ഈ വറുത്ത എണ്ണയ്ക്കകത്ത് ഇത്രയും സാധനങ്ങൾ വഴറ്റണം. ഇത് നല്ല നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത്, നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതങ്ങോട്ട് വറുത്ത് കോരിയിട്ട്, ഒത്തിരി മൂക്കരുത്, ഒരുവിധം വറുത്ത് കോരുക. അതിനുശേഷം ആ എണ്ണയ്ക്കകത്ത് തന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, സബോള, ഇത് 3 നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം ലാസ്റ്റ് ഈ സബോള വഴറ്റണ്ട, ചുമ്മാ അതിനകത്തോട്ട് ഇടുമ്പോൾ ആ ചൂടിൽ അതൊന്ന് ഇതായിക്കോളും, ഒത്തിരി വഴന്ന് ചാറായി പോകരുത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വഴറ്റി വരുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ മസാലയും കൂടെ ചേർത്ത് അതിനെ യോജിപ്പിക്കുക. അതിനുശേഷം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. മുളക് പൊടിയും ഉപ്പും വിനാഗിരി എല്ലാം കൂടെ നല്ലതുപോലെ പിടിക്കുന്നതിന് വേണ്ടി 2 മണിക്കൂറത്തേക്ക് ഇത് അടച്ച് വെച്ച് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം അടച്ച് വെക്കുക. അതിനുശേഷം പിസ്സയുടെ ഡൗ എന്ന് വെച്ചാൽ ആ പൊടി എങ്ങനെ കുഴയ്ക്കണമെന്ന് കാണിച്ചു തരാം. ഇത് ചെറു ചൂടുവെള്ളമാണ്. ചെറു ചൂടുവെള്ളമേ ആകാവുള്ളൂ, ബോയിൽ ചെയ്യരുത്. ബോയിൽ ചെയ്താൽ നമ്മുടെ ഈസ്റ്റ് കല്ലിച്ചു പോകും. ഇതിൻ്റെ അകത്തോട്ട് ഈ ഈസ്റ്റ് പൊങ്ങുന്നതിന് വേണ്ടി പഞ്ചസാര ഇടുന്നു. 2 സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം ഇതിനകത്തോട്ട് ഒരു സ്പൂൺ ഈസ്റ്റ് പൊങ്ങുന്നതിന് വേണ്ടി ഇതിനകത്ത് ഇട്ട് എന്നിട്ട് ഇച്ചിരി 5 മിനിറ്റ് പൊങ്ങാനായിട്ട് വെക്കണം. ഇളക്കൊന്നും വേണ്ട, ജസ്റ്റ് പൊങ്ങാൻ വെക്കണം. അതിനുശേഷം ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഗോതമ്പ്, നമ്മൾ ഗോതമ്പ് മേടിച്ച് പൊടിപ്പിച്ച പൊടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ 1 ഗ്ലാസ് മൈദാമാവ് ചേർത്തിട്ടുണ്ട്. 2 ഗ്ലാസ് നല്ല ഗോതമ്പ് പൊടിക്കകത്തോട്ട്, നൈസായിട്ട് പൊടിച്ച ഗോതമ്പ് പൊടിക്കകത്തോട്ട് 1 ഗ്ലാസ് മൈദാമാവ്, എന്ന് വെച്ചാൽ സോഫ്റ്റ് ആകാൻ വേണ്ടി മാത്രം, ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ഗോതമ്പ് ഉപയോഗിച്ചിരിക്കുന്നത്, ഗോതമ്പ് പൊടി ഉപയോഗിച്ചിരിക്കുന്നത്. മൈദ ഇത്തിരി സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി. എന്നിട്ട് ഈ പൊങ്ങി വരുന്ന ഈ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ പൊടി ചേർക്കണം. പൊടി ചേർത്ത് നല്ല കണക്ക് കുഴച്ച് ലാസ്റ്റ് വരുമ്പം ഇച്ചിരി എണ്ണ ചേർത്ത് കുഴച്ച് വെക്കണം. ഇനിയും പൊടി എടുത്തു വെച്ചിരിക്കുന്നത് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയും 1 ഗ്ലാസ് മൈദയുമാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണം. അതിനുശേഷം ഇത് നല്ലോണം കുഴയ്ക്കണം. എന്നിട്ട് മറ്റേ ചിക്കൻ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന കണക്ക് തന്നെ ഇതിനെ ഒരു തണുപ്പ് സമയമാണെങ്കിൽ കൂടുതൽ സമയം വെക്കണം, ചൂട് സമയമാണെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ തണുപ്പ് സമയമാണെങ്കിൽ
2 മണിക്കൂർ ആ ചിക്കനും വെക്കുക നല്ലവണ്ണം പിടിക്കാൻ വേണ്ടി. അതിൻ്റെ കൊടുത്ത് ഇത് പൊങ്ങി വരാൻ വേണ്ടി, ഇത് നല്ലവണ്ണം സോഫ്റ്റായിട്ട് പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിയുമ്പോഴാണ് ഇത് മറ്റേ പിസ്സയുടെ ബ്രെഡായിട്ട് ഉണ്ടാക്കേണ്ടത്. ഇതിനകത്തോട്ട് ഓയിൽ നമ്മൾ കയ്യെ പിടിക്കത്തുമില്ല. ഇച്ചിരി ഓയിൽ ചേർക്കുവാണെങ്കിൽ കയ്യെ പിടിക്കത്തില്ല. ഇത് നല്ലതുപോലെ കുഴച്ച് പൊങ്ങാൻ ഇച്ചിരി ഓയിൽ തടവി പൊങ്ങാൻ അടച്ചു വെക്കണം. 2 മണിക്കൂർ ഇതും ചിക്കനും അടച്ചു വെക്കണം. ഞാൻ ചീസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഈ പാല് നല്ലോണം തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നാരങ്ങാനീരോ വിനാഗിരിയോ ഒഴിച്ച് ഇതിനെ ചീസിൻ്റെ പരുവത്തിന്ന് വെച്ച് ആ കിഴുത്ത ഉള്ള അരിപ്പ പാത്രത്തിൽ അരിപ്പയിലേക്കകത്തോട്ട് ഇത് ഒഴിച്ചിട്ട് അതിനകത്തുനിന്ന് വരുന്ന സാധനം കൊണ്ടാണ് ചീസിന് പകരമായിട്ട്, മോസറല്ല ചീസിന് പകരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് ഇച്ചിരി വിനാഗിരി എന്നിട്ട് ഇളക്കി കൊടുക്കും. വിനാഗിരി ഒഴിച്ച് എന്നിട്ട് ഇളക്കി കൊടുക്കും. ചൂടോടെ ഇളക്കണം. അപ്പോൾ അത് ഇങ്ങനെ വരും. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അരപ്പയ്ക്കകത്ത് അരിച്ച് ഈ സാധനത്തിനെ വേർപെടുത്തി വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് ആ സാധനമാണ് മോസറല്ല ചീസിന് പകരം ഉപയോഗിക്കുന്നത്. എന്നിട്ട് അരിപ്പയ്ക്കകത്തോട്ട് അരിച്ച് ഇതിനെ വേർതിരിച്ച് ആ വെള്ളം മാറ്റിയെടുക്കണം. നല്ല വെള്ളം ഒഴിച്ച് ഇതിനെ നല്ലപോലെ ക്ലീൻ ചെയ്യുക. ഇതിനെ സെറ്റാകാൻ വെച്ചിട്ട് ഒരു ഭാരം എന്തെങ്കിലും ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഇത് ഭാരം ഇതിൻ്റെ മേളിൽ വെക്കണം. എന്നിട്ട് സെറ്റാകാൻ വെക്കണം. എന്നിട്ട് ഇത് പൊടിച്ച് ഇതിന് പകരം വെച്ചാൽ മതി. അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഭാരം വെക്കുക. അപ്പോൾ ഇത് സെറ്റാവും. ഇതിനകത്തോട്ട് ഈ എണ്ണ നമ്മുടെ നല്ലവണ്ണം ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഈ ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ വറുത്ത് കോരുന്നു. വറുത്ത് ഒത്തിരി മൂത്ത് പോകുന്നതിന് മുന്നേ വറുത്ത് കോരിയിട്ട് ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് തന്നെ മറ്റേ സാധനങ്ങൾ, പച്ചക്കറികൾ എന്ന് വെച്ചാൽ ക്യാരറ്റും ക്യാപ്സിക്കും സബോളയും തക്കാളിയും എല്ലാം കൂടെ. തക്കാളി ചുമ്മാ ജസ്റ്റ് ഇടക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ എണ്ണ എടുത്തിരിക്കുന്നത്. അതിനും കൂടെ കൂട്ടിയുള്ള എണ്ണയാണ്. ഇത് ഒരുവിധം മൂത്ത് കഴിയുമ്പം മാറ്റണം. കാരണം ഇത് നമ്മൾ ഹീറ്ററിൽ ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഹീറ്ററിൽ വെക്കുന്നത് കൊണ്ട് ഇത് പിന്നെ ഡ്രൈ ആയി പോകും. അത് കാരണം നമുക്ക് കടിക്കുമ്പോൾ ഒക്കെ ഭയങ്കര കട്ടിയായി പോകും. അതുകൊണ്ട് ഒരുവിധം എന്തോന്ന് ഉറപ്പാക്കുമ്പോൾ നമ്മൾ അത് മാറ്റിയതിന് ശേഷം ആ എണ്ണയ്ക്കകത്ത് തന്നെ ആദ്യം ക്യാരറ്റ് ഒത്തിരി വേകേണ്ടത് കൊണ്ട് ആദ്യം ക്യാരറ്റ്, അതിനുശേഷം സബോള, അതിനുശേഷം ക്യാപ്സിക്കം, ഈ തക്കാളി ജസ്റ്റ് ഒന്ന് ഇടുന്നത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം എല്ലാം കൂടെ ഈ മസാല കുറവാണെങ്കിൽ ഇച്ചിരി മസാലയും മുളക് പൊടിയും കൂടെ ഒന്നും കൂടെ ചേർത്തിട്ട് ഈ മിക്സ് ചെയ്യുക ഈ ചിക്കനുമായിട്ട്. ചിക്കൻ മാറ്റുന്നു. ആ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ക്യാരറ്റ് ഇതിൻ്റെ അകത്തോട്ട്
നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് മറ്റേ സ്റ്റീലിൻ്റെ തവിയിട്ട് ഉരയ്ക്കരുത്. വേറെ തടി തവിയോ ഇങ്ങനത്തെ ഇത് തവിയോ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. കാരണം നോൺ സ്റ്റിക്ക് ഇളകി പോരും. ഇത് വഴറ്റുന്നിടം വരെ ഒരുവിധം നല്ലോണം വേകുന്നിടം വരെ വഴറ്റുക. ക്യാരറ്റ് നല്ലവണ്ണം വഴന്ന് വന്നു. അതിൻ്റെ അകത്തോട്ട് ഞാൻ തുള്ളി അല്പം ഉപ്പ് ചേർത്തായിരുന്നു. അതിനുശേഷം ഇനി ക്യാപ്സിക്കം, സബോള ഇതും ഒരുവിധം വഴന്നാൽ മാത്രം മതി. കാരണം നമ്മൾ ഹീറ്റർ വെക്കുമ്പോൾ ഇത് ഡ്രൈ ആവും. ഒരുവിധം വഴന്ന് വന്നു കഴിയുമ്പം ഇതിൻ്റെ നടുക്കോട്ട് എണ്ണ വരാനായിട്ട് അനുവദിച്ച് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം തുള്ളി അല്പം മുളക് പൊടി, അല്പം മാത്രം മുളക് പൊടി ഇതിന് വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ഇതിന് വേണ്ടി ഈ ചിക്കന് വേണ്ടി മാത്രമുള്ളത് ആദ്യം ചേർത്തിട്ടുള്ളൂ. അപ്പം ഈ ക്യാരറ്റിന് ഇതിനെല്ലാം കൂടെ വേണ്ടി ഒരു അല്പം ചേർക്കുക. അതിൻ്റെ കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർക്കുക. ഈ എണ്ണയ്ക്കകത്ത് ഇത് മൂത്ത് വരണം. പോരെങ്കിൽ അല്പം എണ്ണ ഒഴിക്കണം. അല്ലെങ്കിൽ ആ പച്ചചവ ഇതിൻ്റെ ഈ മസാലയുടെ മുളക് പൊടിയുടെയൊക്കെ പച്ചചവ വരും. അതുകൊണ്ട് അല്പം എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ആദ്യം ചിക്കൻ വറുത്തപ്പോൾ ഉള്ള എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം അല്പം ഇത് മൂക്കാൻ വേണ്ടിയുള്ള ഈ മസാലയും മുളക് പൊടിയും മൂക്കാൻ വേണ്ടിയുള്ള ഇത് ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ടിട്ടില്ല. തക്കാളി ലാസ്റ്റ് ചേർത്താൽ മതി. അല്ലാതെ അതിൻ്റെ അകത്തോട്ട് അങ്ങ് അലുത്ത് പെട്ടെന്ന് പോകും. അതുകൊണ്ട് ജസ്റ്റ് ആ ചൂടിലോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. തക്കാളി ചേർക്കുന്നു. തക്കാളി മൊത്തം കൂടെ മിക്സ് ചെയ്യുന്നു. അതിൻ്റെ കൊടുത്ത് നമ്മുടെ ചിക്കൻ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ചാക്കണം. എന്ന് വെച്ചാൽ ചിക്കൻ്റെ ടേസ്റ്റും ഇതെല്ലാം കൂടെ ഈ നമ്മുടെ ക്യാരറ്റേലും ക്യാപ്സിക്കവും ഇതിൻ്റെ ചിക്കൻ്റെ ടേസ്റ്റും ആ എണ്ണയുടെ മസാലയുടെ എല്ലാം ഇതിലൊന്ന് പിടിക്കത്തക്ക രീതിയിൽ ഇതിനെ അതിന് ശേഷം ഇതിൻ്റെ ഡൗ പരത്തിയിട്ട് നോൺ സ്റ്റിക്ക് പാനിലോട്ട് വെച്ച് അത് നല്ലവണ്ണം പൊങ്ങി വന്ന് നല്ല ഇതായി കഴിയുമ്പോൾ ഇത് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് അതിലോട്ട് പരത്തിയതിന് ശേഷം ഈ സാധനം എല്ലാം കൂടെ അതിലോട്ട് ഇരിക്കുക. എന്നിട്ട് നമ്മുടെ ആ ചീസ് ഉണ്ടാക്കിയതും കൂടെ അതിനകത്തോട്ട് വെതറി ആ ഹീറ്ററിലോട്ട് വെക്കും. അപ്പം ഈ സാധനം ഡ്രൈ ആയി വരും. ഈ ഡൗ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെയും അത് പരത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ ബണ്ണായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് എണ്ണ തേച്ച് നല്ലവണ്ണം സോഫ്റ്റ് ആക്കണം. എന്നാലേ ഈ തേക്കുമ്പോൾ ഇതേ പിടിച്ചിരിക്കാതിരിക്കത്തുള്ളൂ. ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പരത്താവുന്നതേ ഉള്ളൂ. ചപ്പാത്തി പരത്തുന്ന സാധനം കൊണ്ട് വേണമെങ്കിൽ പരത്താം. പക്ഷെ ചുമ്മാ നമുക്ക് ഇങ്ങനെ പരത്തേണ്ട ആവശ്യമേ ഉള്ളൂ. അതിനുശേഷം ഇതുകൊണ്ട് ചീത്ത ഉണ്ടാക്കണം. കാരണം ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ ചേർക്കുന്ന ടൊമാറ്റോ പേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ മസാലകളും ഇതിൻ്റെ ക്യാരറ്റിൻ്റെ എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ അകത്തോട്ടും കൂടെ വ്യാപിച്ചോളും. അപ്പം അതിനു വേണ്ടി ഇപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് നല്ലവണ്ണം എടുത്തിട്ട് നല്ലവണ്ണം 2 മണിക്കൂർ വെച്ച് ഇതുകൊണ്ട് നല്ലവണ്ണം തണുപ്പിൻ്റെ സമയമാണ് 2 മണിക്കൂർ വെച്ച്. അപ്പോൾ ഇത് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഹീറ്റർ അത് അടുപ്പത്ത് വെച്ച് നോൺ സ്റ്റിക്ക് പാനയിലോട്ട് ഇതങ്ങോട്ട് വെച്ചിട്ട് പൊങ്ങാനായിട്ട് വെക്കും. നമ്മൾ തീ കത്തിച്ചിട്ട് നോൺ സ്റ്റിക്ക് പാൻ നല്ലവണ്ണം ചൂടായി ഇത് നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ അതെടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് വെക്കുന്നു. ഈ തവ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഇതങ്ങോട്ട് വെച്ചതിന് ശേഷം ആ വശം നല്ലവണ്ണം വെന്ത് വരുന്നതിന് വേണ്ടി ഇത് മൂടി വെച്ച് ഇനി അല്പം സമയം ഇത് ചൂടായി ഒത്തിരി സമയം വെക്കണ്ട. നമ്മൾ
അല്പസമയം നോക്കുന്നതിന് ശേഷം അത് മാറ്റിയതിന് ശേഷം തിരിച്ചിടണം. അങ്ങനെ 2 വശവും നല്ലോണം വെന്ത് കഴിയുമ്പോൾ ടൊമാറ്റോ പേസ്റ്റൊക്കെ അത് തേച്ചാൽ മതി. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇത് തിരിച്ചിടാൻ പോവാണ്. ഇത് പാലിൽ നിന്ന് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ ചീസാണ്. ചീസ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് പൊടിച്ചതാണ് ഞാൻ. അത് നല്ലോണം കട്ടിക്ക് വന്ന് തന്നിട്ട് പൊടിച്ച് ചേർത്തിരിക്കുക. ഇപ്പം ടൊമാറ്റോ പേസ്റ്റ് ചേർത്തതിന് ശേഷം ഇത് അതിനകത്തിട്ട് വിതറിയിട്ട് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് വരുത്താം. നമ്മുടെ ബണ്ണ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അത് നോൺ സ്റ്റിക്ക് പാനിൽ വെച്ച് നമുക്ക് നല്ലോണം ഉണ്ടാക്കിയതിന് ശേഷം ഇത് ടൊമാറ്റോ പേസ്റ്റ് ഇതിനകത്ത് ബാക്കി ഉള്ളി വേകാനുള്ളതെല്ലാം നമ്മൾ ഹീറ്ററെ വെച്ച് ഡ്രൈ ആക്കുമ്പോൾ മൊത്തം ആയിക്കോളും. ഗ്രേവിയും ഈ ബണ്ണും എല്ലാം കുറേ കൂടെ ഇതായിക്കോളും. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചീസ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക. ഇത് തക്കാളി, ക്യാരറ്റ്, സബോള, ക്യാപ്സിക്കം, ചിക്കൻ, മീറ്റ് മസാല, മുളക് പൊടി, ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് ഇത്രയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഉപ്പും ചേർത്ത് വഴറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി മാഗി ചിക്കൻ ക്യൂബ്സ് പൊടിച്ച് ചേർക്കുവാണെങ്കിൽ ടേസ്റ്റ് കൂട്ടാം. അതുപോലെ തന്നെ ഈ ചീസ് നമ്മൾ ഉണ്ടാക്കിയതിന് പകരം മോസറല്ല ചീസ് ചേർത്ത് മേടിക്കാൻ കിട്ടുന്നത് ചേർക്കുവാണെങ്കിൽ ഇതിനെക്കാട്ടി ടേസ്റ്റ് കൂടും. പക്ഷെ ഹെൽത്തി ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സാധനങ്ങളൊക്കെ മൈദയ്ക്ക് പകരം വീറ്റ് ചേർത്തതും ഒക്കെ. അതിനുശേഷം ഇത് നല്ലതുപോലെ പരത്തി എല്ലായിടത്തും ആക്കി ഇത് ഫുൾ സെറ്റാക്കിയ പിസ്സയുടെയാണ്. ഇത് ഞാൻ ഹീറ്ററിൻ്റെ അകത്ത് വെച്ച് ഇത് മേളത്തെ ഭാഗം നല്ലോണം ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി, അകത്ത് ഉള്ളിലോട്ട് ഇച്ചിരി വേവ് വരണമെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നതിന് വേണ്ടിയുമാണ് ഞാൻ ഹീറ്ററിൻ്റെ അകത്തോട്ട് ഓൺ ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കാൻ പോകുന്നു. 10 മിനിറ്റിന് ശേഷം ഇത് എടുക്കുമ്പോൾ നമുക്ക് സാധാരണ കഴിക്കുന്ന നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള പിസ്സ നമുക്ക് കഴിക്കാം. കടയിൽ പോയി നമുക്ക് ചേരാത്ത സാധനങ്ങൾ, ക്യാൻസർ ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള സാധനങ്ങൾ, ടേസ്റ്റ് ഇൻഗ്രീസർ ഒന്നും ചേർക്കാതെ നമുക്ക് നല്ലതുപോലെ നമുക്ക് ഇതിൻ്റെ ഭയങ്കര വിലയാണ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചത്. പക്ഷേ അതിൻ്റെ പകുതി വില പോലും നമ്മൾ വീട്ടിലുണ്ടാക്കിയാലാകത്തില്ല. നല്ല ടേസ്റ്റിലുണ്ടാക്കി കഴിക്കുകയും ചെയ്യാം, ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. ഇത് ഞാൻ ഹീറ്ററിൻ്റെ അകത്തോട്ട് വെക്കാൻ പോവാണ് 10 മിനിറ്റത്തേക്ക്.
എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട്. ഇത് കൂടുതൽ ടേസ്റ്റി ആക്കാൻ നമുക്ക് മാഗി ചിക്കൻ ക്യൂബ്സ് ആ മസാല ചേർക്കുന്ന സമയത്ത്, അതായത് ക്യാരറ്റ് ഒക്കെ വഴറ്റിയിട്ട് മസാല ചേർക്കുന്ന സമയത്ത് മസാലയുടെ കൂട്ടത്തിൽ മാഗി ചിക്കൻ ക്യൂബ്സും കൂടെ 2 ഇടുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും. അതുപോണക്ക് നമ്മൾ ഉണ്ടാക്കിയ ചീസിനേക്കാൾ മോസറല്ല ചീസ് എന്ന് പറഞ്ഞ സംഭവം മേടിച്ച് അതും കൂടെ വിതറുവാണെങ്കിൽ നമ്മൾ ഇത് മുറിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ പാനി പോലെ ഒഴുകി വരുന്ന കണക്കും ടേസ്റ്റ് കുറേയും കൂടെ കൂടും. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഹെൽത്തി പിസ്സ. നല്ല കണക്ക് പൊങ്ങിയിട്ടുണ്ട്, എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്, ഉപ്പും എല്ലാം ഒരു നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഏവർക്കും ഉണ്ടാക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.